പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ആർക്കോ അതൊക്കെ പൊള്ളുന്നുണ്ട്. എന്തൊരു വൈറലായിരുന്നു അറിയില്ല. ഞാനും അതിന്റെ അടിയിൽ കമന്റ് അടിച്ചു. ലാൽ സലാം സഖാക്കൾ എന്റെ കുട്ടികൾ ഇപ്പൊ കാണുന്നത് അത് റിമൂവ് ചെയ്തെന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താവും സ്ഥിതി നാട്ടിലെ? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയയുടെ പോളിസി പോലും അറിയാത്തവരാണോ നമ്മളെ ഭരിച്ചത് എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ചെറിയ കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച്, അതും രാഷ്ട്രീയ പതാക ഉപയോഗിച്ച് വീഡിയോ ചെയ്യിപ്പിച്ച് അത് സോഷ്യൽ മീഡിയ കമ്പനി മെറ്റ റിമൂവ് ചെയ്യുകയും പ്രസ്തുത അക്കൗണ്ട് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ അതിനെപ്പോലും രാഷ്ട്രീയപരമായി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ഇയാൾക്ക് മുൻ മന്ത്രി പോലും പറയുകയാണ്, ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ അതിൻ്റെ അടിയിൽ കമൻ്റൊക്കെ ഇട്ട്, എന്നിട്ട് ഇവരൊക്കെയാണല്ലോ നമ്മളെ ഭരിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ്. എന്നിട്ട് അതിന് കുറ്റമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന് നേരെ? നിങ്ങൾക്കറിയുമോ, ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷനിൽ ചെറിയൊരു കുട്ടിയുടെ ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരിപാടികൾ ആ കുട്ടി മാത്രം അവതരിപ്പിച്ചാൽ ആ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടും. അതിൻ്റെ കൂടെ ആ കുട്ടിയുടെ കൂടെ ആരെങ്കിലും മുതിർന്നവർ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പോളിസിയാണ് ഈ സോഷ്യൽ മീഡിയകളിലുള്ളത്. AI വീഡിയോ നിർമ്മിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ AI വീഡിയോ നിർമ്മിക്കുന്ന ഓപ്ഷൻ. അതിൽ കുട്ടികളെ ഫോട്ടോ ഒന്ന് കൊണ്ടുപോയി ചെയ്തു നോക്കൂ. പറ്റില്ല, നിയമമാണത്. ഇതുപോലും അറിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഇവരാണ് നമ്മളെ ഭരിച്ചത് എന്നോർക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. ഇവരെയൊക്കെ ജയ് വിളിക്കാനും ഇവരെ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ടല്ലോ. ദയവ് ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാർ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ പോളിസികൾ പഠിക്കുക. അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങൾ പറയും.